കുവൈറ്റ് ഷിഫ അൽ ജസീറ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ബനാൽ സന്തോഷാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു മുടി എങ്ങനെ വളരുന്നു എന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യ ഒരു ഘടകമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മുടി ഒരു ചെടി പോലെയാണ്. നമുക്കറിയാം, ഒരു ചെടി വളർന്ന് ഒരു വിത്തിൽ നിന്ന് ഒരു ചെടി വളർന്ന് അതിൽ പൂക്കൾ വന്നു, കായ്ക്കൾ വന്നു, അവസാനം വളർച്ചയൊക്കെ മുരടിച്ചു കഴിയുമ്പോൾ അത് വീണടഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യം. മുടിക്ക് ഇതുപോലെ നന്നായിട്ട് വളരുന്ന ഒരു സമയമുണ്ട്. അതിനെയാണ് നമ്മൾ ആനജൻ എന്ന് വിളിക്കുന്നത്. അത് ഏകദേശം ഒരാളുടെ തലയിൽ 2 to 10 വർഷം വരെ നിലനിൽക്കുന്ന ഒരു ഫേസാണ്. ആ ഘട്ടമാണ് നമ്മുടെ മുടി എത്രത്തോളം ലെങ്ത്തിൽ വളരും എന്ന് നിശ്ചയിക്കുന്ന ഒരു ഫേസ്. പിന്നെ വളർച്ച മുരടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാണ് കാറ്റജൻ എന്ന് വിളിക്കുന്നത്. അത് ഏകദേശം 2-3 മാസം നിൽക്കും. പിന്നെ എപ്പോ വേണമെങ്കിലും വീണ് പോകാവുന്ന അവസ്ഥയുണ്ട്. അതാണ് ടീലജൻ. ഒരു ശരാശരി മനുഷ്യന്റെ തലമുടിയിൽ ഏകദേശം 100 മുടി വരെ ഒരു ദിവസം പോകാം. അത് ചീകുമ്പോ ആയിക്കോട്ടെ, കുളിക്കുമ്പോ ആയിക്കോട്ടെ, നമ്മൾ ബെഡിൽ വീണു പോകുന്നതായിക്കോട്ടെ, അതൊരു 100 മുടി വരെ നോർമലാണ്. ആ 100 മുടിയിൽ കൂടുതൽ കൊഴിച്ചിലുണ്ടെങ്കിൽ എന്തോ ഒരു കാരണം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആ കാരണം കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ആ മുടി കൊഴിച്ചിലിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. 2 രീതിയിൽ, ഇപ്പൊ ഞാൻ മുടി കൊഴിച്ചിലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ, ചിലർക്ക് നെറ്റ് കയറുന്നത് കഷണ്ടിയുടെ ഒരു ലക്ഷണമായിട്ടാണ് നെറ്റ് കയറുന്നത്. നെറ്റ് കയറുന്ന ആൾക്ക് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നത് കാണണമെന്നില്ല. അപ്പോ അതൊരു ടീലജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് 100-ൽ കൂടുതൽ മുടി ഒരു ദിവസം പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ടീലജൻ എഫ്ലൂവിയം. സോ ആ ടീലജൻ എഫ്ലൂവിയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലർക്ക് തൈറോയിഡ് ഉള്ള ആളുകൾക്ക് വരാറുണ്ട്. തൈറോയിഡിന്റെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകൾ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളിൽ മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ഡയറ്റ്, നമ്മുടെ ന്യൂട്രീഷനിൽ ആവശ്യമായ പോഷകങ്ങൾ, സിങ്ക്, വൈറ്റമിൻ ഡി, അയൺ ഇങ്ങനത്തെ പോഷകങ്ങൾ കുറവുണ്ടെങ്കിൽ, ചിലർക്ക് രക്തക്കുറവുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ മുടി കൊഴിച്ചിൽ വരാം. അതുകൊണ്ട് ശിവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ ഉടനെ പോയി കാണുകയും ആദ്യം ഒരു ഹെയർ അസസ് ചെയ്യാം. അതായത് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡെർമറ്റോളജിസ്റ്റ് നമ്മുടെ മുടിയിഴകളിൽ നിന്ന് അവരൊരു ഹെയർ പുൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ഹെയർ വരുന്നുണ്ടെന്ന് അവർ ശ്രദ്ധിക്കും. അന്നേരം തലേദിവസം കുളിക്കാതെ വേണം പോകാനായിട്ട്. തലമുടി അധികം 2 ദിവസം കുളിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹെയർ അസസ്മെന്റ് എളുപ്പമായിട്ട് കിട്ടും. ആ ഹെയർ അസസ്മെന്റും അതുകൂടാതെ ഈ എന്തെങ്കിലും പോഷക കുറവുകളോ അല്ലെങ്കിൽ തൈറോയിഡ് പോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തീർച്ചപ്പെടുത്തുകയും അങ്ങനെ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ്, ഇപ്പൊ ടീലജൻ എഫ്ലൂവിയത്തിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിച്ച് അത് ആദ്യം കുറയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നെറ്റ് കയറുന്ന കാര്യം പറഞ്ഞത് അത് കഷണ്ടിയുടെ ലക്ഷണത്തിന്റെ തുടക്കമാണ്. എന്നാൽ ആ തുടക്കത്തിനും മരുന്നുകളുണ്ട്. അപ്പോ ആദ്യം ഈ ടീലജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന അവസ്ഥയെ ഒന്ന് തരണം ചെയ്തതിന് ശേഷം കഷണ്ടി എന്ന് പറയുന്ന അവസ്ഥയുടെ രോഗാവസ്ഥയുടെ ട്രീറ്റ്മെന്റിലേക്ക് കയറുമായിരിക്കും ശിവന് അത്യുത്തമമായിട്ടുള്ള കാര്യം. താങ്കൾ ചോദിക്കുകയുണ്ടായി അച്ഛന്റെ സൈഡിൽ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ശരിക്കും ഈ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് പാരമ്പര്യമായി വരുന്ന ഒന്നാണോ? അതെ, അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടികൊഴിച്ചിൽ 2ആയിട്ട് ഞാൻ തിരിച്ചിരുന്നു. ഒന്ന് ടീലജൻ എഫ്ലൂവിയം, 100-ൽ പരം മുടികൾ കൊഴിയും. അതേസമയം കഷണ്ടി എന്ന് പറയുന്നത് നെറ്റ് കയറുന്നു, അല്ലെങ്കിൽ പുറകിലെ ഉച്ചയുടെ അവിടെ ഒരു പാച്ച് കാണുന്നു, അത് പതുക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ ഈ ഭാഗമൊക്കെ, തലയുടെ ഈ ഭാഗമൊക്കെ വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഷണ്ടി എന്ന് വിളിക്കുന്നത്. ആൻഡ്രോജനറ്റിക് അലോപീഷ്യ എന്ന് വിളിക്കും. സ്ത്രീകളിലാണെങ്കിൽ അതിനെ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും. അതായത് മുടി നടുക്ക് എന്ന് ചെയ്യുമ്പോൾ അവിടെയുള്ള മുടിയുടെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. ഇവ രണ്ടും ഹോർമോണൽ ഡിപ്പെൻഡന്റ് ആണ്. അതായത് നമ്മുടെ തലയിൽ ഇപ്പൊ ആണുങ്ങളുടെ ഇതിലാണെങ്കിൽ ഒരു ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണിന്റെ എമൗണ്ട് വളരെയധികം കൂടുമ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് ഒരു 5-ഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ ആയി മാറുകയും ഇത് വേറെ എങ്ങും പോയി ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ മുടിയുടെ റൂട്ടിൽ പോയിരിക്കുകയും ആ റൂട്ടിൽ ഇരുന്ന് നമ്മുടെ ഉണ്ടായി വരുന്ന മുടിയെ ചെറുതാക്കി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഈ കഷണ്ടിയുള്ള ആള് പലപ്പോഴും മുടി പൊഴിഞ്ഞു പോകുന്നത് കാണണമെന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ എന്റെ നെറ്റി കയറി വരുന്നു, എന്റെ തലയോട്ടി തെളിഞ്ഞു വരുന്നു എന്നൊരു തോന്നലേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുടി പോകുന്നത് ചെറിയ മുടിയായിട്ട്, അതായത് വലിയ മുടി ചെറുതായി ചെറിയ മുടിയായിട്ട്. ആ ചെറിയ മുടി നമുക്ക് വിസിബിൾ ആയി നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത് ജനറ്റിക് ആണ്. അതായത് അമ്മ വഴി അമ്മയുടെ അച്ഛനുണ്ട്, മദർ സൈഡിലുള്ള ഹോർമോണൽ, ഫാദർ സൈഡും ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, 2 സൈഡിലും ഉണ്ടെങ്കിൽ കഷണ്ടി വളരെ തീവ്രമായിരിക്കും. മദർ സൈഡിലുണ്ടെങ്കിൽ കഷണ്ടി വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
അത് കഷണ്ടിയുടെ പാറ്റേണിലാണ് അങ്ങനെ കാണുന്നത്. അതായത് ഉച്ചിയിലെ മുടി പോകുന്നതും ആ ഫ്രണ്ടിലത്തെ മുടി പോയി അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുന്നത് കഷണ്ടിയുടെ ഭാഗമായിട്ടാണ്. അത് പാരമ്പര്യമായിട്ട് വരാറുണ്ട്. എന്നാലും അതിന്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ലോഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോൺസിന്റെ അധിക ഇത് വരുമ്പോ ഈ ഹോർമോൺസ് വേറെ എങ്ങും പോകാനില്ലാത്തതുകൊണ്ട് അത് ആ മുടിയുടെ അവിടെ ചെന്ന് ആ മുടിയുടെ വേരിനെ ചെറുതാക്കി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിനിപ്പോ വർഷങ്ങളായിട്ട് ഇതിന് മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഹോർമോൺ വേറൊരു ഹോർമോൺ ആകുന്ന ആ ഒരു അവസ്ഥയെ തടഞ്ഞു നിർത്തുകയും ആ തടഞ്ഞു നിർത്തുമ്പോൾ ഈ മുടി ചെറുതായി പോകുന്ന അവസ്ഥയെ, ഒരു വലിയ മുടിയിൽ നിന്ന് ചെറിയ മുടിയായി താന്നു പോകുന്ന ഒരു അവസ്ഥയെ പിടിച്ചു നിർത്താൻ സാധിക്കും. എന്നിട്ട് ഈ ലോഷൻസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഷൻസ് ഒക്കെ നമുക്ക് എത്ര കാലം മുടി വേണം, നമുക്ക് എത്ര കാലം നമുക്ക് ആജീവനാന്ത കാലം നമുക്ക് ഒരു ലോഷനോ മരുന്നോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഇന്ന വർഷങ്ങൾ വരെ നമുക്ക് ഈ ലോഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അത്രയും കാലം വരെ നമുക്ക് ഉള്ള മുടിയെ പിടിച്ചു നിർത്തുകയും അതായത് ഉള്ള മുടി പിടിച്ചു നിർത്തുകയും കൂടുതൽ മുടിയെ വരുത്താനും നമുക്ക് സാധിക്കും, നമുക്ക് ലോഷൻസ് ഒക്കെ. അപ്പൊ അതിലും നടക്കില്ല. എല്ലാവർക്കും ഒരേപോലെ ഒരു മരുന്ന് എഫക്റ്റീവ് ആവണം എന്നില്ല. പലർക്കും പല രീതിയിൽ ആ മരുന്നുകൾ ഇല്ലെങ്കിൽ ഈ PRP പോലെ നമ്മുടെ ബ്ലഡിലെ കോശങ്ങൾ എടുത്ത് ആ കോശങ്ങളെ നമ്മൾ തലയോട്ടിയിൽ ഇഞ്ചക്ട് ചെയ്ത് അങ്ങനെ മുടിയുടെ ആ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, മുടിയുടെ വളർച്ചയെ കൂട്ടുന്ന ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഇതെല്ലാം ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. അതെങ്ങനെ ഒരാള് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, ഈ ലോഷൻസ് ഉപയോഗിക്കുകയും ഈ PRP ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുകയും അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. ഇപ്പൊ എന്റെ അടുത്ത് ഒരു രോഗി വരികയാണെങ്കിൽ, ഞാനിപ്പോ ഒരു 20-25 വയസ്സായ ഒരാളാണ് വരുന്നതെങ്കിൽ ഞാൻ അയാളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് വരെ നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ വരെ നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. എന്നാൽ ഈ മരുന്ന് ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുടി അതുപോലെ നമുക്ക് നിർത്താൻ സാധിക്കും. എന്നത് എഫക്റ്റീവ് അല്ലാതെ വരുന്നോ അപ്പോൾ നമുക്ക് വേറൊരു മാർഗം, PRP പോലെ മാർഗം, അല്ലെങ്കിൽ കഷണ്ടി ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും വർക്ക് ചെയ്യാത്ത ഒരു സമയം വരും. അപ്പോ നമുക്ക് നൂതനമായ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുതലായ ഒരുപാട്, അതായത് ഞാറ് നടുന്നത് പോലെ, അദ്ദേഹം പറഞ്ഞ പോലെ ഞാറ് നടുന്നത് പോലെ നമുക്ക് മുടി നട്ടുപിടിപ്പിക്കാവുന്ന സംവിധാനങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാർഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. നമുക്ക് ദൈവം തന്നതിന് പരിധിയില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലെ? അന്നേരം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനെയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.